ഹലോ, എന്തുണ്ട് വിശേഷം? നമുക്കിന്ന് ഈസി ആയിട്ടൊരു പിസ്സ ഉണ്ടാക്കിയാലോ, അതും ബ്രെഡ് വെച്ചിട്ട്. നമ്മുടെ ഇഷ്ടത്തിന് ഒരുപാട് ചീസൊക്കെ ഇട്ട് കുറച്ചധികം ചിക്കനും വെജിറ്റബിൾസും ഒക്കെ ഇട്ട് അങ്ങനെ എടുക്കുമ്പോൾ തന്നെ ചീസ് 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 മാത്രമുള്ളൊരു പിസ്സ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ബാ. അതെ, ഞാനിവിടെ എടുത്തേക്കുന്നതേ എല്ലില്ലാത്ത ചിക്കൻ കഷ്ണങ്ങളാണ് കേട്ടോ. അതിനകത്തേക്ക് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരിഗാനോ എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എയർ ഫ്രയറിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് എക്സ്പയറി ഡേറ്റ് കഴിയാറായ, അതായത് ഇത് ഉണ്ടാക്കുന്നതിൻ്റെ പിറ്റേ ദിവസം എക്സ്പയറി ഡേറ്റ് ആവും. അങ്ങനെയുള്ള കുറച്ച് ബ്രെഡ് ഉണ്ടായിരുന്നു. ആ ബ്രെഡ് ഞാനിങ്ങനെ ത്രികോണാകൃതി മുറിച്ച് വെച്ചിട്ട് കുറച്ച് ക്യാപ്സിക്കും കുറച്ച് ഉള്ളിയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് ഇനി ഒരു പിസ്സ സോസ് ഉണ്ടാക്കണമല്ലോ. അതെൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് എടുത്ത് അതിനകത്തേക്ക് ഒറിഗാനോ ഇട്ട് മിക്സ് ചെയ്ത് വെച്ചു. പിന്നെ ഒരു പാനിലേക്ക് ഇതേപോലെ ബട്ടർ ഇട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ബ്രെഡ് കഷ്ണങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചു. ആദ്യം അടുക്കി വെച്ചപ്പോൾ എനിക്ക് കൊള്ളാം തോന്നി. അപ്പോൾ കുറേ ബ്രെഡ് കഷ്ണങ്ങൾ ബാക്കി വന്നു. ഈ ബാക്കി വന്നൊക്കെ അപ്പോൾ എന്ത് ചെയ്യാനാ, വെറുതെ വേസ്റ്റായി കളയാൻ പറ്റില്ലല്ലോ. പിന്നെ ഞാനിതൊക്കെ ഇങ്ങനെ നുള്ളി പിന്നെ ചന്നം പിന്നെ ഇതിനകത്തേക്ക് നിരത്തി വെച്ചു. പിന്നെ ചീസ് ഒട്ടും കുറച്ചില്ല, നിറയെ ചീസ് ഇങ്ങനെ വെച്ചു. വീണ്ടും അതിന് മുകളിലേക്ക് നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പും ഒറിഗാനോയും കൂടിയുള്ള ആ മിശ്രിതം ആഡ് ചെയ്തു. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ, ബാക്കി വന്ന ബ്രെഡ് പീസസ് ഇങ്ങനെ ഇതിനകത്തേക്ക് ചന്നം വെച്ചു. പിന്നെ നമ്മുടെ വെജിറ്റബിൾസും, അതായത് ക്യാപ്സിക്കം, ഒണിയൻ, പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ്റെ പീസ് അതും കൂടി ഇതിനകത്തേക്ക് വച്ച് ഇതിൻ്റെ മുകളിലേക്ക് അടുത്തതായിട്ട് വിതറാൻ പോകുന്നത് എന്താണെന്നറിയോ, നമ്മുടെ മൊസറല്ല ചീസ്. കുറച്ച് മൊസറല്ല ചീസും കൂടി, കുറച്ചധികം മൊസറല്ല ചീസും കൂടി വിതറിയിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് എടുക്കുമ്പോൾ നമ്മുടെ പിസ്സ റെഡി. പിന്നെ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കഴിക്കാം. പക്ഷേ ഇതെനിക്ക് ഞാൻ വിചാരിച്ചതിക്ക് നോർമൽ പിസ്സ കട്ട് ചെയ്യാൻ പറ്റിയില്ല. മേ ബി ബ്രെഡ് ആവുകൊണ്ടായിരിക്കാം. പക്ഷേ ടേസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു.